താമരക്കണ്ണനുറങ്ങേണം. അപ്പോൾ അത്രയേ ഉള്ളൂ പാട്ട്. കൂടുതൽ പാടി ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ആൻറ്റി, അറിയില്ല, ഞാൻ പേരെനിക്ക് ഓർക്കുന്നില്ല ആരാന്ന്, അവരെന്നോട് ചോദിച്ചിരുന്നു താമരക്കണ്ണൻ്റെ കഥ പറയുമെന്ന്. ഒരുപാട് പേര് പറഞ്ഞ കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് താമരക്കണ്ണൻ്റെ ചിത്രം. എങ്ങനെയാണ് ഈ രൂപം വന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു രൂപത്തിൽ എല്ലാവരും താമരക്കണ്ണെന്ന് പറയുമ്പോൾ താമരയുടെ നിറം പിങ്കാണ് അല്ലേ? ആ ഒരു നിറത്തിലുള്ള താമരയായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അല്ല, കണ്ണൻ യഥാർത്ഥത്തിൽ വെള്ളത്താമരയിലാണ് ഗുരുവായൂരുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ താമരക്കണ്ണൻ അവിടെ എത്തിയതെന്നുള്ള കഥ ഞാൻ പറയാം. വില്വമംഗലം സ്വാമിയാർക്ക് പ്രത്യക്ഷ കൃഷ്ണനാണല്ലോ കണ്ണൻ. അപ്പോൾ സ്വാമിയാർ ഏത് രീതിയിൽ കണ്ണനെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ആ രീതിയിൽ കണ്ണനെ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആഗ്രഹിക്കുകയാണ് താമരക്കണ്ണനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ താമരക്കണ്ണാന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ കണ്ണൻ ഇതുപോലെ താമരയിൽ നിന്ന് നൃത്തം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് താമരയിലിരുന്ന് വെണ്ണ കഴിക്കുന്നതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അപ്പോഴേക്കും പൂജ കഴിഞ്ഞ് പൂജ, അതായത് നട തുറക്കാനായിട്ട് മേൽശാന്തി വരികയാണ്. മേൽശാന്തി വരുമ്പോൾ കണ്ണന് ശ്രീലകത്തേക്ക് കയറണം. അപ്പോൾ ഇദ്ദേഹം കാണുന്നത് വടക്ക് ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നിട്ട്, അതായത് നാലമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് ഉണ്ണിക്കണ്ണന് അകത്തേക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ വഴിയൊന്നും കാണാതെ മണിക്കിണറിൻ്റെ അതിയെ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ, അവിടെ ഇപ്പോൾ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മണിക്കിണറിലേക്ക് പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് നമ്മുടെ കൈയിൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താമരക്കണ്ണൻ, അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഫോട്ടോയിലുള്ള രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്, ഈ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കൽപ്പവൃക്ഷത്തിന് തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് ഫലം. ഓക്കെ, അപ്പോൾ ഈ കഥയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതുവരെ പോയി നോക്കിയിട്ടും ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂർ ഒരു 2 വർഷമായി ഞാൻ മാസം തൊഴാൻ. 2 വർഷം ആവണില്ല, 1 വർഷം 1.5 വർഷത്തോളം കഴിഞ്ഞു മാസം തൊഴാനായിട്ട് ഗുരുവായൂരപ്പൻ എന്നെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോ തവണ ഗുരുവായൂർ പോകുമ്പോഴും എനിക്ക് ഓരോരോ പുതിയ കാഴ്ചകളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഓരോ വിഗ്രഹങ്ങൾ, ഈ അടുത്താണ് കുറൂരമ്മ കലത്തിലിട്ട് അടയ്ക്കുന്ന കണ്ണനെ കാണാനായിട്ട് സാധിച്ചത്. അതേപോലെ ഏറ്റവും പടിഞ്ഞാറേ വശത്ത് ഉള്ള നരസിംഹമൂർത്തിയെ കാണാനായിട്ട് സാധിച്ചതൊക്കെ എനിക്ക് ഈ അടുത്താണ്. ഓരോ തവണ പോകുമ്പോഴാണ് ഓരോ ആൾക്കാരെയാണ് എനിക്ക് ഭഗവാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നത്. അത് എൻ്റെ ഓരോ കൃഷ്ണനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ അവർ പറഞ്ഞു തന്ന് കേട്ടിട്ടുള്ള ഒരറിവ് വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അത് എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഗോപന്മാരുടെയും ആൻറ്റിമാരുടെയും അങ്കിൾമാരുടെയും ഒക്കെ ഒരു സഹായം കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കൽപ്പവൃക്ഷത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ കൽപ്പവൃക്ഷം അവിടെ ഉണ്ട്, കണ്ടു തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതറിഞ്ഞിട്ടൊരു 3 തവണ ഏറ്റവും ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് കൽപ്പവൃക്ഷത്തിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണ എവിടെ കൽപ്പവൃക്ഷം, എനിക്ക് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ണൻ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ അത് ആ സമയത്ത് എനിക്ക് എൻ്റെ അറിവിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഭജന ഇരിക്കാൻ പോയല്ലോ, അന്ന് ആദ്യത്തെ ദിവസവും ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ആയിട്ടാണ് എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ താമരക്കണ്ണൻ ഇരിക്കുന്നത് കൽപ്പവൃക്ഷത്തിൻ്റെ താഴെയാണ്. അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് അയ്യോ ഗുരുവായൂരപ്പ, ഞാനിത് ഇത്രയും മുമ്പ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ കുറേ പ്രാർത്ഥിച്ചു. അതായത് നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് കൽപ്പവൃക്ഷത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതങ്ങനെ പ്രാർത്ഥിച്ചു. അത് ഉള്ളത് പറയാലോ, എനിക്ക് അത് തൊഴുതിയതിന് ശേഷം ഇതുവരയ്ക്കും എൻ്റെ അക്കൗണ്ടിൽ ഒരു 1000 റുപ്പീസ് പോലും വരാത്ത ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. ഏതോ 1-2 ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ഒരു ഇതില്ലാന്നേ ഉള്ളൂ. പക്ഷേ എങ്ങനെ പോയാലും എൻ്റെ അക്കൗണ്ടിൽ
അങ്ങനൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായാലും സാധിക്കും. താമരക്കണ്ണനെ തൊഴുതുന്നവർ കൽപ്പവൃക്ഷവും കൂടെ അവിടെ ഉണ്ട്, അത് ഒന്ന് നോക്കി നമസ്കരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിനി സാധിക്കുന്നവർ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അല്ല, അറിവില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് അതറിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ കഥകളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ വിവരം പറയുകയാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് താമരക്കണ്ണൻ്റെ കഥയിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി പോകുന്നവർ അവിടെ പോയിട്ട് ഭഗവാനെ കണ്ട് ആവോളം നമസ്കരിക്കുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. അത് വില്ലുമംഗലം സ്വാമിയാരാണ് അവിടെ ആദ്യകാലത്ത് താമരക്കണ്ണനെ അവിടെ വരച്ചത് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ആ വഴിക്ക് കൂടെയാണ് കയറിപ്പോയത്, അതുകൊണ്ട് അവിടെ ആ ഒരു രൂപം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ രൂപം അവിടെ വരച്ചതാണ്. പക്ഷേ ക്ഷേത്രം തീ പിടിച്ചതിന് ശേഷം ഇപ്പോൾ വേറെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, അവരാണ് അവിടെ ചിത്രം വരച്ചത് എന്നും പറയുന്നുണ്ട്. ശരത്തേട്ടൻ്റെ വീഡിയോയിലാണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിനൊരു പ്രാധാന്യമുണ്ട് താമരക്കണ്ണന്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരേ ഗുരുവായൂരപ്പ. താങ്ക് യു.